Good morning. Okay, so we are going to discuss state model representation of mechanical system. Okay, so in electrical system, we have chosen current through inductor or voltage across capacitor as our state variables. So, what are the state variables in mechanical system? Hmm? Preferred state variables in mechanical system. Ministry, ഓർക്കുന്നുണ്ടോ? ഫിസിക്കൽ വേരിയബിൾസ് ആയിട്ട് നമ്മൾ എടുക്കുന്ന എന്തായിരുന്നു? നമ്മൾ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ നമ്മൾ കറണ്ട് ത്രൂ ഇൻഡക്ടർ അതുപോലെ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റേഴ്സ് ഇതൊക്കെയായിരുന്നു എടുത്തത് സ്റ്റേറ്റ് വേരിയബിൾ ആയിട്ട്. മെക്കാനിക്കൽ സിസ്റ്റത്തിൽ എന്തൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ അഞ്ജനം? ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. Displacement, velocity, ഡിസ്പ്ലേ state variables for the analysis of state model. Okay, so you can write a problem. There you go. Obtain the state model of the mechanical system. Okay, the state model of the mechanical system given below. Okay, the state model of the mechanical system given below. Okay, you can draw the system. Okay, വരച്ചോ? റോഷ്നി വരച്ചോ? ഓക്കെ, അപ്പം ഇതെങ്ങനെ ചെയ്യും? നമ്മൾ ഇലക്ട്രിക്കൽ സിസ്റ്റം ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തായിരുന്നു ചെയ്തത്?
നമ്മൾ ലൂപ്പ് ഇക്വേഷൻ അല്ലെങ്കിൽ നോഡ് അനാലിസിസ് നോഡ് ഇക്വേഷൻസ് എഴുതിയിട്ടായിരുന്നു നമ്മൾ എന്ത് ചെയ്തത് ആദ്യം നമ്മൾ ഐ മീൻ ഈ സ്റ്റേറ്റ് വേരിയബിൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് അല്ലേ. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യണം. അതായത് ഫോഴ്സ് ബാലൻസ് ഇക്വേഷൻ നമുക്ക് എഴുതണം. അപ്പോൾ എങ്ങനെ എഴുതുക, നിങ്ങൾ ഫോഴ്സ് ബാലൻസ് ഇക്വേഷൻ മുമ്പ് എഴുതിയിട്ടുണ്ട് അല്ലേ. മോഡ്യൂൾ ഫസ്റ്റിൽ നമ്മൾ മെക്കാനിക്കൽ സിസ്റ്റത്തിൻ്റെ ഫോഴ്സ് ബാലൻസ് ഇക്വേഷൻ നിങ്ങൾ എഴുതിയിട്ട് അതിനെ ലാപ്ലേസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ലാപ്ലേസിലേക്ക് പോകണ്ട, നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിയാൽ മതി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, സ്റ്റേറ്റ് വേരിയബിൾ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്യാം, എങ്ങനെ ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു, നമ്മൾ മെക്കാനിക്കൽ സിസ്റ്റം ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതുന്ന സമയത്ത് അങ്ങനെയായിരുന്നു ചെയ്തത്. അഞ്ചൻ മാസിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരക്കണം അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരക്കുക. അപ്പോൾ നമുക്കിവിടെ മാസ് എലമെൻ്റ് ആയിട്ട് ഒറ്റ മാത്രമേ ഉള്ളൂ, ഒരു മാസ് എലമെൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ഡ്രോ ദ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ദാറ്റ് എലമെൻറ്റ് അല്ലേ. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ഫോഴ്സ് ബാലൻസ് ഇക്വേഷൻ എഴുതണം. ഓക്കെ, അപ്പോൾ വരച്ചോ, ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന ഫോഴ്സസ് ഏതൊക്കെയാണ് പറഞ്ഞു. ഒന്ന് ആ ബോഡി കൊണ്ടുണ്ടാകുന്ന ഫോഴ്സ്, ദാറ്റ് ഇസ് FM, ആ മാസ് എലമെൻ്റ് ഉണ്ടാകുന്നതിനുള്ള ഫോഴ്സ്. ഓക്കെ, പിന്നെ വരുന്ന ഫോഴ്സ് ഏതൊക്കെയാണ്, ഇവിടെ ഈ സ്പ്രിങ് കൊണ്ടുണ്ടാകുന്ന ഫോഴ്സിൻ്റെ അതിനെങ്ങനെ എഴുതാം, നമുക്ക് FK1 എന്ന് എഴുതാം. ഓക്കെ, പിന്നെ FK എന്ന് പറഞ്ഞാൽ സ്പ്രിങ് കൊണ്ടുണ്ടാകുന്ന ഫോഴ്സ്. ഓക്കെ, പിന്നെ അഗെയിൻ എന്തുണ്ട്, FB ഉണ്ടല്ലോ. FB ഉണ്ടോ ഇവിടെ, FB ഇല്ല. അപ്പം ആക്ച്വലി FK2 എന്ന് എഴുതാം. FK1 FK2 FM ആണ് നമുക്കിവിടെ വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് ആയിട്ട് മാസ് എലമെന്റിലേക്ക് വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റിനെ ഇവിടെ കാണിച്ചിട്ടുണ്ട് Y1. ഓക്കെ, ഫസ്റ്റ് ആയിട്ട് എമ്മിലാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ആക്ച്വലി ഇവിടെയും കൂടി ഒരു നിങ്ങൾ Y2 എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബാലൻസ് ഇക്വേഷൻ നിങ്ങൾ സെപ്പറേറ്റ് എഴുതണം. അപ്പോൾ ആദ്യം ഇതിൻ്റെ എന്ത് ചെയ്യുക, നിങ്ങൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതുക. ഓക്കെ, ഇപ്പോൾ FM-നെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, മാസ് കൊണ്ടുണ്ടാകുന്ന ഫോഴ്സ്, അതായത് മാസ് ഇൻറ്റു ആക്സലറേഷൻ, ദാറ്റ് ഇസ് M ഇൻറ്റു അങ്ങനെ എഴുതും d². ഇവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് Y1 ആണ്. അപ്പം d² Y1/dt². ഓക്കെ, FK1 നമുക്ക് എങ്ങനെ എഴുതാം, എങ്ങനെ എഴുതാം, എങ്ങനെ എഴുതും വിഷ്ണു, FK1 ഇങ്ങനെ എഴുതാം അനുശ്രീ, FK1 K1 Y1 K1 Y1 റൈറ്റ്. ഓക്കെ, ഇനി FK എങ്ങനെ എഴുതാം, സോറി FK2 എങ്ങനെ എഴുതാം, K2 Y2. ഓക്കെ, സോ ഫോഴ്സ് ബാലൻസ് ഇക്വേഷൻ നമുക്ക് ഇതിനെ ഫോം ചെയ്യാം. അങ്ങനെ എഴുതാം, അതായത് FM പ്ലസ് FK1 പ്ലസ് FK2. ഇവിടെ അപ്ലൈഡ് ഫോഴ്സ് ഇല്ല, സോ ഇറ്റ് ഈസ് ഈക്വൽ 0 ഇല്ല, ശരിയല്ല. അപ്പം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് M ഇൻറ്റു d² Y1/dt² പ്ലസ് K1 Y1 പ്ലസ് K2 Y2 ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പം ഇത് നമ്മുടെ ഇക്വേഷൻ 1. ഇനി ഇതിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം, സ്റ്റേറ്റ് വേരിയബിൾ വെച്ചിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാം. ക്ലിയർ. അപ്പോൾ എങ്ങനെ എഴുതും, നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ഇതൊക്കെയാണ് നമ്മൾ മെക്കാനിക്കൽ സിസ്റ്റത്തിൽ
ജനറലി സ്റ്റേറ്റ് വേരിയബിൾ ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? y1 ആണ് ഡിസ്പ്ലേസ്മെന്റ്. സോ y1 ഞാൻ എന്ത് ചെയ്തു? x1 എന്ന് പറഞ്ഞിട്ട് y1 ഈസ് ഈക്വൽ ടു x1 നമ്മുടെ സ്റ്റേറ്റ് വേരിയബിൾ. ഇനി അടുത്ത വെലോസിറ്റി. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? dy1 dt. അതിന് ഞാൻ x2 എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്തു. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കും. ഓക്കെ, നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ ഓക്കെ y1 ഈസ് ഈക്വൽ ടു x1 dy1 dt ഞാൻ ദിസ് ഈസ് v1 അല്ല, വെലോസിറ്റി ആണ്. ഇതിനവിടെ വെക്കാൻ പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്ത ഫോഴ്സ് ബാലൻസ് ഇക്വേഷൻ കൂടി നമുക്ക് എഴുതാം. എന്നിട്ട് നമുക്ക് സ്റ്റേറ്റ് വേരിയബിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെ എഴുതും? ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമുക്ക് എഴുതണം. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതൊക്കെയാണ് പറഞ്ഞത്? ഏതൊക്കെയാണ് ഈ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്? ഈ നോഡിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. ഇത് നോഡ് 1 ആണ്. ആദ്യം നോഡ് 1ന്റെ ലിസ്റ്റ് എഴുതിയത്. ഇവിടെ നോഡ് 2. ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതൊക്കെയാണ്? FB-യും FK2. FK2. ശരിയാണ്. FB-യും FK2 ആണ് നമുക്ക് അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ എഴുതാം നമുക്ക് ഇക്വേഷൻ. FB എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? B ഇൻറ്റു ഓക്കെ FB എങ്ങനെ വരും? B ഇൻറ്റു dy2 dt. dy2 dt. FK2 നമുക്ക് എങ്ങനെ എഴുതാം? K2 ഇൻറ്റു ഓക്കെ എങ്ങനെ എഴുതും നമ്മൾ? y2 മൈനസ് y1 അല്ല, ഇവിടെ രണ്ട് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട് K2ൻ്റെ ഇടയിൽ. സോ നമ്മൾ എങ്ങനെ എഴുതും? y2 മൈനസ് y1 എങ്ങനെ എഴുതാം? ഓക്കെ, അപ്പോൾ അഗൈൻ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? ഫോഴ്സ് ബാലൻസ് ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ you can write it as FB plus FK2 is equal to 0. That is B into dy2 by dt plus K2 into y2 minus y1 is equal to 0. ഓക്കെ, അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ഇക്വേഷൻ 2. ഓക്കെ, ഞാൻ ഇക്വേഷൻ 1നെ ഇവിടെ ഒന്നുകൂടെ എഴുതുവാണ്. അങ്ങനെയാണ് m into d square y1 by dt square plus k1 y1 plus k2 y2 is equal to 0. ഇതാണ് നമ്മുടെ ഇക്വേഷൻ 1. അപ്പോൾ എങ്ങനെ എഴുതാം? m into d square y1 by dt square plus k1 x1 ഇവിടെ ആക്ച്വലി y1 മൈനസ് y2 ഉണ്ട്. അത് നമ്മൾ എഴുതിക്കാം. ശ്രദ്ധിക്കുക, ഇവിടെ രണ്ട് ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? ശരിയല്ല? ശരിയല്ല അനുശ്രീ? ഇവിടെ എന്തുണ്ട്? y2 മൈനസ് അല്ല മീൻ y1 മൈനസ് y2 എന്ന് എഴുതണ്ടായിരുന്നു. ഇവിടെ എന്താണ്? y1 മൈനസ് y2 ആണ് ഇവിടെ വരുന്ന ഇക്വേഷൻ. അത് K2ന്റെ രണ്ട് സൈഡിലും എന്തുണ്ട്? ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. y1 ഉം y2 ഉണ്ട്. ക്ലിയർ അല്ലേ പറഞ്ഞത്? അനുശ്രീ ക്ലിയർ അല്ല? ഫസ്റ്റ് ശ്രദ്ധിക്കണം, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. എഴുതുമ്പോൾ അങ്ങനെ വന്നു k1 y1 plus k2 y2 minus y1. ഓക്കെ, 0. ഇത് നമുക്ക് വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. m into d square y1 by dt square plus k1 y1 plus k2 y2 minus k1 y1 is equal to
0. ഇതിനെ നമുക്ക് ഇക്വേഷൻ 1 ആയിട്ട് എടുക്കാം. ഇതിനെ നമുക്കൊന്ന് മാറ്റി എഴുതാം. സോ ഇക്വേഷൻ will be b into dy2 by dt plus k2 y2 minus k2 y1. ഓക്കെ, ഇക്വേഷൻ 2. പിന്നെ ഇതിനെയാണ് നമുക്കിനി മാറ്റി എഴുതേണ്ടത്. ഈ രണ്ട് ഇക്വേഷൻസിനാണ് നമുക്ക് മാറ്റി എഴുതേണ്ടത്. ഓക്കെ, ക്ലിയർ ആണ്? ഇത് എഴുതി ക്ലിയർ ആണ്? ആദ്യം ക്ലിയർ ആണ് പറഞ്ഞത്? ആ സാർ. നിങ്ങൾ എഴുതിയാണ് മുമ്പ് ഫസ്റ്റ് മുതൽ പഠിച്ച ഫോഴ്സ് ബാലൻസ് ഇക്വേഷൻ എഴുതി. ഷാരോൺ ക്ലിയർ ആണോ പറഞ്ഞത്? ഇതുവരെ എഴുതിയ മനസ്സിലായില്ല? ആ സാർ, ക്ലിയർ. ഇനി നമുക്ക് നേരത്തെ സീറ്റ് വേരിയബിൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സലറേഷൻ, ഇതിനൊക്കെയാണ് നമ്മൾ സ്റ്റേറ്റ് വേരിയബിൾസ് ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് y1 മാത്രം y2 മാത്രം 2 ഡിസ്പ്ലേസ്മെന്റ്സ് ആക്കിയ, സോ അത് നമുക്ക് സ്റ്റേറ്റ് വേരിയബിൾ ആയിട്ട് അപ്ലൈ ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും എടുക്കാം. നിങ്ങൾക്ക് പേരെടുക്കുന്നത് പ്രശ്നമൊന്നുമില്ല. y1 ഞാൻ x1 ഇട്ടു ആൻഡ് y2 വിൽ ബി x2. ഓക്കെ, അപ്പോൾ ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ് വേരിയബിളായി. ഇനി ഇതുകൊണ്ടാണ് വെലോസിറ്റിനെ ഞാൻ v1 എടുത്തു, ദാറ്റ് ഈസ് dy1 ബൈ dt. അതിനെ x3 എന്ന് കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പം x3 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്തായിരിക്കും? ഇതിന്റെ ഡെറിവേറ്റീവ് ആണ്. ഇതിന്റെ ഡെറിവേറ്റീവ് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? x1 ഡോട്ട് എന്നിട്ട് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ശരിയല്ല? ഇതെങ്ങനെ തിരിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മാറ്റിയെടുക്കാം, പേരൊക്കെ മാറ്റിയെടുക്കാം, പ്രശ്നമില്ല. ഇനി സിമിലർലി v2 എന്ന് പറഞ്ഞാൽ എന്താ? dy2 ബൈ dt. അതെന്താണ്? ഞാൻ x4 എടുക്കും, ദാറ്റ് വിൽ ബി x2 ഡോട്ട്. ഓക്കെ, ഇങ്ങനെ നമ്മൾ എഴുതണം. ഓക്കെ, മനസ്സിലായോ അഞ്ജന? ആ സാർ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്തെടുക്കുമ്പോൾ എങ്ങനെ വരും? ആക്സലറേഷൻ്റെ കേസിൽ ഇപ്പോൾ ആക്സലറേഷൻ ഇതിൽ ആക്സലറേഷൻ നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അടുത്ത d² y1 ബൈ dt² കൂടി ഉണ്ട് അല്ലേ? അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എടുക്കാം? പറ. ഞാൻ a1 എടുക്കുവാണ്. സോ എങ്ങനെ എടുക്കും നമ്മൾ? d² y1 ബൈ dt². അതിനെ നമുക്ക് എങ്ങനെ എടുക്കാം? പറ. അങ്ങനെ എടുക്കാം. d² y1 ബൈ dt നമ്മൾ x3 എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? x3 ഡോട്ട് എന്ന് എടുത്തൂടെ? ശരിയല്ല ശ്രീ? പേരാണോ പറഞ്ഞത്? ഇക്വേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, അതിനകത്ത് ഏറ്റവും ഹയസ്റ്റ് പവറിന് മാത്രം നമ്മൾ ഡോട്ട് വെച്ചിട്ടുള്ള റെപ്രസെന്റേഷൻ കൊടുക്കുക. ഇവിടെ ഹയസ്റ്റ് പവർ d² y1 ബൈ dt² ആണ്. സോ അതിന് ഡോട്ട് വെച്ചിട്ടുള്ള റെപ്രസെന്റേഷൻ കൊടുക്കാം. മറ്റേതൊക്കെ നോർമൽ റെപ്രസെന്റേഷൻ വെച്ചിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ക്ലിയർ ആണെന്നുണ്ടോ പറയുന്നത്? ഡൊമിനിക് ക്ലിയർ ആണെന്നുണ്ടോ? എഴുതിയോ? d² നമുക്ക് ഇതിന്റെ ആവശ്യമില്ല, നമുക്കില്ല. അഞ്ജന ക്ലിയർ ആണ് പറഞ്ഞത്? ആ സാർ. പിന്നെ നമുക്ക് മാറ്റി എഴുതാം. ഇക്വേഷൻ നമുക്ക് മാറ്റി. ഫസ്റ്റ് ഇക്വേഷൻ മാറ്റി എഴുതുമ്പോൾ അങ്ങനെ വരും
എം ഇൻറ്റു ഡി സ്ക്വയർ വൈ വൺ ബൈ ഡി ടി സ്ക്വയർ. അത് നമുക്ക് എങ്ങനെ എഴുതാം പറഞ്ഞു? എങ്ങനെ എഴുതും? എം ഇൻറ്റു എക്സ് ത്രീ ഡോട്ട് പ്ലസ് കെ വൺ വൈ വണ്ണിന് നമ്മളെങ്ങനെ എഴുതിയേ? എക്സ് വൺ എഴുതി അല്ലേ? എക്സ് വൺ മൈനസ് കെ ടു വൈ ടു എന്ന് പറഞ്ഞാൽ എത്ര എഴുതി നമ്മുടെ നോക്കിയാൽ നിങ്ങൾ? എക്സ് ടു ശരിയല്ലേ? ഈക്വൽ ടു 0. ഇത് നമ്മൾ ആദ്യത്തെ ഇക്വേഷനായി. നമുക്ക് തേർഡ് ഇക്വേഷൻ എഴുതാം. ഇനി അടുത്ത എന്തോന്നു? ബി ഇൻറ്റു ഡി വൈ ടു ബൈ ഡി ടി പ്ലസ് കെ ടു വൈ ടു മൈനസ് കെ ടു വൈ വൺ ഈക്വൽ ടു 0. അതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പം ഡി വൈ ടു ബൈ ഡി ടിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? പറ. ബി ഇൻറ്റു എന്ത് വരും? പറ. ഡി വൈ ടു ബൈ ഡി ടി എക്സ് ടു ഡോട്ടാണ് അല്ലേ? എക്സ് ടു ഡോട്ടാണ്. ഓക്കെ. പ്ലസ് കെ ടു വൈ ടു എന്ന് പറഞ്ഞാൽ എക്സ് ടു ആണ്. കെ ടു വൈ വൺ എന്ന് പറഞ്ഞാൽ എക്സ് വൺ ആണ്. ഇസ് ഈക്വൽ ടു 0. ഇത് ഫോർത്ത് ഇക്വേഷൻ. ഇനിഷ്യലി ക്ലിയർ ആണോ പറഞ്ഞു? ഇക്വേഷൻ എഴുതി മനസ്സിലായില്ല? ഇതിൽ നോക്കുക, ഹയസ്റ്റ് പവറിന് മാത്രം നിങ്ങൾ ഈ ഡോട്ട് റെപ്രസെൻറ്റേഷൻ വരുന്ന വേരിയബിൾ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബാക്കിയുള്ളതിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? നോർമൽ ആയിട്ടുള്ള സ്റ്റേറ്റ് വേരിയബിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ നമുക്ക് ഇതിനെ മാറ്റി എഴുതാം. അതായത് നമ്മളെങ്ങനെയാണ് സ്റ്റേറ്റ് ഇക്വേഷൻ എങ്ങനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ പറയാം? എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഡോട്ട് ഈസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി യു. ഇതാണ് സ്റ്റേറ്റ് ഇക്വേഷൻ. ഔട്ട്പുട്ട് ഇക്വേഷനോ വൈ ഈസ് ഈക്വൽ ടു. ഓക്കെ. അപ്പോൾ ഈ ഫോമിലേക്ക് നമുക്ക് കൊണ്ടുവരണം. അപ്പം ഇതിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ കിട്ടും? എക്സ് ത്രീ നമുക്ക് ആദ്യം ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. എന്നിട്ട് എമ്മിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ എന്ത് വരും? കെ വൺ ബൈ അത് നമുക്ക് എക്സ് കെ വൺ ബൈ എം എക്സ് വൺ മൈനസ് അല്ലേ പ്ലസ് കെ ടു ബൈ എം എക്സ് ടു. ഇതിനെയാണ് മാറ്റി എഴുതിയത്. മനസ്സിലായത്? ഇക്വേഷൻ മാറ്റി എഴുതിയത്. അതായത് എം വൺ എക്സ് വണ്ണിന്, അതായത് കെ വൺ എക്സ് വണ്ണിനും മൈനസ് കെ ടു എക്സ് ടുവിന് റൈറ്റിലേക്ക് കൊണ്ടുപോയി എം കൊണ്ട് നമ്മളത് ഡിവൈഡ് ചെയ്തു. ഓക്കെ. ഇനി അടുത്ത രണ്ടാമത്തെ ഇക്വേഷൻ അതുപോലെ മാറ്റി എഴുതുക. എക്സ് ടു ഡോട്ട് അങ്ങനെ എഴുതാം. മൈനസ് കെ ടു എക്സ് ടു ബൈ ബി മൈനസ് കെ ടു ബൈ ബി എക്സ് വൺ പ്ലസ്. ശരിയല്ല? ക്ലിയർ ആയിനാ പറഞ്ഞത്? ആദ്യം മനസ്സിലായി എഴുതിയ? ഓക്കെ. അപ്പം നമ്മളെ ഔട്ട്പുട്ട് ഇക്വേഷൻ എഴുതണം. ഔട്ട്പുട്ട് ഇക്വേഷൻ വെച്ച് നിങ്ങൾക്കറിയാം വൈ വണ്ണും വൈ ടു ആണ് നമ്മുടെ ഔട്ട്പുട്ട്. അപ്പോൾ വൈ വൺ ഈസ് ഈക്വൽ ടു എക്സ് വണ്ണും വൈ ടു ഈസ് ഈക്വൽ ടു എക്സ് ടു നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. സോ അതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് ഇക്വേഷൻസ്. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് ഇക്വേഷൻ. രണ്ട് ഔട്ട്പുട്ട് ഉണ്ട്. ഇനി നമുക്കിതിനെ വെക്ടർ ഫോം മാറ്റില്ല, മെട്രിക്സ് ഫോമിൽ നമുക്കിതിനെ മാറ്റി എഴുതണം. അപ്പോൾ എങ്ങനെ എഴുതും? എക്സ് ത്രീ ഡോട്ടും എക്സ് ടു ഡോട്ടും ഉണ്ട് അല്ലേ? രണ്ട് വേരിയബിളാണ് നമുക്ക് ഉള്ളത്. സോ രണ്ട് രീതിയിൽ ഇതിനെ റെപ്രസെൻ്റ് ചെയ്യാം. ഒന്ന് വേണമെങ്കിൽ എക്സ് വൺ ഡോട്ട് നമുക്ക് കാണിക്കാം. എക്സ് വൺ ഡോട്ട് ഈസ് ഈക്വൽ ടു എക്സ് ത്രീ ഡോട്ട്
ഓക്കെ, അപ്പോൾ നിങ്ങൾ പറഞ്ഞു x1 ഡോട്ട് നമുക്ക് ആക്ച്വലി ഇല്ല, ഇക്വേഷൻ ഉണ്ട്, പക്ഷേ x1 ഡോട്ട് എന്ന് വെച്ചാൽ എന്താണ് നമുക്കറിയാം. എന്താണ് x1 ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ x1 ഡോട്ട് എന്ന് പറഞ്ഞാൽ x3 ആണല്ലേ. അപ്പം ആ x3ൻ്റെ പ്ലേസിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 1 ഇട്ട് കൊടുക്കും. അതായത് ലാസ്റ്റ് കോളത്തിൽ 1 ഇടുക, ബാക്കിയൊക്കെ 0 ആയിരിക്കും. അപ്പം x1 ഡോട്ട് എന്ന് പറഞ്ഞാൽ x3 ആണ്. ഓക്കെ, ഇനി x2 ഡോട്ട് നമ്മൾ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്, ശരിയല്ല? x2 ഡോട്ട് ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്, എന്തായിരുന്നു? -k1/m, അതാണ് x1ൻ്റെ കോയിഫിഷ്യൻ്റ്. അപ്പോൾ അതവിടെ എഴുതിയിരുന്നു. സോറി, x2 ഡോട്ടിൽ അത് x3 ഡോട്ടാണ്. x2 ഡോട്ടിൽ ഇവിടെ അല്ലേ ഇക്വേഷൻ എഴുതിയത്? ഓക്കെ, എന്താ x1ൻ്റെ കോയിഫിഷ്യൻ്റ് k2/b ആണല്ലേ. സോ ഹിയർ യു ക്യാൻ റൈറ്റ് k2/b. ഇനി എന്താണ് x2ൻ്റെ കോയിഫിഷ്യൻ്റ്? -k2/b. -k2/b. x3 ഇല്ല, 0. ഓക്കെ, സിമിലർലി x3ൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതി കഴിഞ്ഞു. എന്തായിരുന്നു x3ൻ്റെ ഇക്വേഷൻ? x1ൻ്റെ കോയിഫിഷ്യൻ്റ് ഇതാണ് -k1/m. ഓക്കെ, പിന്നെന്താ x2ൻ്റെ അടുത്ത കോയിഫിഷ്യൻ്റ് പറ, എന്തായിരുന്നു x2ൻ്റെ കോയിഫിഷ്യൻ്റ്? എന്താ? k2/m അല്ലേ. ശ്രദ്ധിക്കാം, ഓക്കെ എഴുതോ. k2/m ആണ് x2ൻ്റെ കോയിഫിഷ്യൻ്റ്. ക്ലിയർ ആണോ അനുശ്രീ എഴുതിയത്? ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? റോഷ്നി ക്ലിയർ ആണോ പറഞ്ഞത്? അഞ്ജന? സർ. ഓക്കെ, ബാക്കി നമ്മൾ എന്ത് ചെയ്യാം? യു ഇല്ല, അപ്പോൾ അവിടെ 0 ആണ് എഴുതിയാണ്. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ് ഇക്വേഷൻ. ഇതിങ്ങനെ കാണിക്കണമെന്നില്ല, 0 ഇങ്ങനെ എഴുതിയാൽ മതി. ഇനി ഔട്ട്പുട്ട് ഇക്വേഷൻ എന്താണ്? ഔട്ട്പുട്ട് ഇക്വേഷൻ y1 എന്തായിരുന്നു നമ്മൾ എടുത്തത്? x1 ആയിരുന്നു അല്ല. y1 എടുത്തത് x1, y2 is equal to x2. അതായിരുന്നു നമ്മുടെ ഔട്ട്പുട്ട് ഇക്വേഷൻ. y1 is equal to x1, y2 is equal to x2. സോ നമുക്ക് എങ്ങനെ എഴുതായിരുന്നു? y1 y2 ഇതിനോട് x1 ഔട്ട്പുട്ട് ഇല്ല. ഔട്ട്പുട്ട് ഇല്ലെങ്കിൽ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ, ഐ മീൻ ഇൻപുട്ട് ഇല്ല, അല്ലെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് ഇക്വേഷനിൽ ഇൻപുട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ദാറ്റ് ഇൻഡിക്കേറ്റ്സ്
ഔട്ട്പുട്ട് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഇൻപുട്ട്. ഇതാണ് കാണിക്കുന്നത്. y1 is equal to x1 ഇവിടെ 1 0 വരും, അങ്ങനെ ഇവിടെ 0 1 വരും. ഇതാണ് ഔട്ട്പുട്ട് ഇക്വേഷൻ, ഇത് സ്റ്റേറ്റ് ഇക്വേഷൻ. ഇത് ചെയ്ത് നോക്കുക ശരിക്കും നീറ്റായിട്ട്. ഒന്നുമില്ല, നിങ്ങൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ. അതായത് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. മെക്കാനിക്കൽ സിസ്റ്റം ബേസിന് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്ത ശേഷം അതിന് നിങ്ങൾ എന്ത് ചെയ്യാം, സ്റ്റേറ്റ് വേരിയബിളായിട്ട് കൺവേർട്ട് ചെയ്യും. ശ്രദ്ധിക്കേണ്ട കാര്യം ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സലറേഷൻ, ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സ്റ്റേറ്റ് വേരിയബിളായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഹയസ്റ്റ് പവറിനെ നിങ്ങൾ ഡോട്ട് റെപ്രസെന്റേഷൻ ആയിട്ട് കാണിക്കുക. അതിനൊക്കെ നമ്മൾ ആൾട്ടർനേറ്റീവ് വാല്യൂസ് കണ്ടുപിടിക്കുന്നുണ്ട് അല്ലേ, അപ്പൊ അത് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഇതിനെ മാർക്ക് ചെയ്യണം. ക്ലിയർ ആണല്ലോ പറയുന്നത്? ക്ലിയർ ആണോ അനുശ്രീ? ഡൊമിനിക് മനസ്സിലാവുന്നുണ്ടോ? സാർ ഇക്വേഷൻ പറഞ്ഞോ, ഡൗട്ട് ഉണ്ടോ? y1 എന്ന് പറഞ്ഞ ഒരു എക്സ്ട്രാ ടേം ഇല്ലേ? ഫസ്റ്റ് ഇക്വേഷനില്. ഏത് ഇക്വേഷനിലാ? ഫസ്റ്റ് ഈ ഇക്വേഷൻ അല്ലേ, a1 എഴുതി a2 s2 ഇവിടെ എഴുതി. സോറി ശരിക്കും മനസ്സിലായത് a2 ആയിട്ട്. അപ്പൊ അതിൽ കൂടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. a2 x2 ഇവിടെ എന്താണ് a2 x1 അല്ലേ, ഇതല്ലേ പറഞ്ഞ അനുശ്രീ? അതെ. ഓക്കെ, അപ്പൊ ഇതിനൊന്ന് മോഡിഫൈ ചെയ്യേണ്ടി വരും. ഇവിടെ k1 x1 ഇവിടെ മൈനസ് k2 x2 എന്നുണ്ട്. അപ്പൊ ഇതിൽ കോമൺ ആയിട്ട് നിങ്ങൾ x1 കോമൺ ആയിട്ട് പുറത്തെടുക്കണം അല്ലേ. അപ്പൊ ഇക്വേഷൻ എന്ത് വരും, നമുക്ക് എഴുതാം. ഫസ്റ്റ് ഇക്വേഷൻ, അതായത് ഈ ഇക്വേഷൻ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ വരും എം x1 ഡോട്ട് പ്ലസ് k1 എന്ത് x1 കോമൺ ആയിട്ട് പുറത്തെടുത്ത് വരും, k1 മൈനസ് k2 x1 വരും മൈനസ് k2 x2. ഓക്കെ, ഇങ്ങനെയാണ് ഫസ്റ്റ് ഇക്വേഷൻ വരിക. അപ്പോൾ അതിനെ മോഡിഫൈ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും, k1 മൈനസ് k1 മൈനസ് k2 എന്ന് വരും, മൈനസ് ഓഫ് k1 മൈനസ് k2. അതിനെ k2 പ്ലസ് k1 എഴുതിയാലും പറ്റില്ല. എന്നിട്ട് മൈനസ് k1 ശ്രദ്ധിക്കുക, കറക്റ്റ് ചെയ്യാം. ക്ലിയർ അല്ലേ അനുശ്രീ? ഇപ്പൊ ഇത് നിങ്ങളുടെ മെട്രിക്സിലും നിങ്ങൾ എന്ത് ചെയ്യാം, വ്യത്യാസം വരുത്തും. ഓക്കെ, മെട്രിക്സിൽ x3 അല്ല, ഫസ്റ്റ് x3 ഡോട്ട് ഇല്ല, ഇവിടെ എന്താ വരുക നോക്കിയാൽ x3 ഡോട്ടിൽ ഇവിടെ നമ്മൾ മൈനസ് k1 മാത്രം എഴുതിയിട്ട് അവിടെ എന്ത് ചെയ്യാം, മൈനസ് k1 മൈനസ് k2 എന്നും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്ലിയർ അല്ലേ? ഇപ്പൊ അഞ്ചന ക്ലിയർ അല്ല? ഡൊമിനിക് മനസ്സിലായോ? എഴുതിയല്ലോ. ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം, ഒന്നുമില്ല ഇതില്. ആക്ച്വലി നമ്മളെ ഫസ്റ്റ് പഠിച്ചിട്ടൊന്ന് റീകോൾ ചെയ്യാം നിങ്ങൾ. എങ്ങനെയാണ് ഫോഴ്സ് ബാലൻസ് ഇക്വേഷൻ എഴുതുന്നത്?
ഓക്കെ. സിറ്റുവേഷൻ അങ്ങനെ എഴുതുന്ന അതിനുശേഷം നിങ്ങൾ നമ്മളതിന് സ്റ്റേറ്റ് വേരിയബിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സ്റ്റെപ്പാണ് അത് ഇത് എക്സ്1 എക്സ്2 എടുക്കണമെന്നില്ല. y1 x1 എടുത്ത് dy1/dt നമ്മൾ x3 എടുത്ത് ഇത് വേണമെങ്കിൽ ഞങ്ങൾക്ക് x2 എടുക്കാം, തെറ്റൊന്നുമില്ല. എങ്ങനെ വേണമെങ്കിലും എടുക്കാം, മാറി മാറി എടുക്കുന്നതിന് പ്രശ്നമില്ല. ഇത് യൂണീക്ക് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ. അപ്പം y1 is equal to x1 എടുത്തു, y2 is equal to x2. സിമിലർലി d1 will dy1/dt എടുത്തു, അത് നമ്മൾ x3 എന്ന് കൊടുത്തു. അപ്പം dy1/dt അറിയാം, x1 ഡോട്ട് ആയിരിക്കും d1 എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, ആക്സലറേഷനും വെലോസിറ്റിയും ഒക്കെ സ്റ്റേറ്റ് വേരിയബിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ ഇക്വേഷൻ്റെ ഈ സ്റ്റേറ്റ് വേരിയബിൾ നമ്മൾ റീപ്ലേസ് ചെയ്യും. ഓക്കെ. എന്നിട്ട് നമ്മൾ സാധാരണ കഴിഞ്ഞ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ ചെയ്ത പോലെ മെട്രിക്സ് ഫോമിലേക്ക് മാറ്റി എഴുതുന്നു. ഓക്കെ. ഇത്രയാണ് ഇതിൽ വരുന്നത്. അപ്പം ഒരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്യണം, നെക്സ്റ്റ് ക്ലാസ് ചെയ്യാം. ഓക്കെ. വിഷ്ണു ക്ലിയർ അല്ല, പറഞ്ഞോ. നിങ്ങൾ ചെയ്തു നോക്കോ ഫസ്റ്റ്. ഇതൊന്ന് റീകോൾ ചെയ്ത് എടുക്കും, എങ്ങനെയാണ് ഫോഴ്സ് ബാലൻസ് ഇക്വേഷൻ എഴുതിയെന്ന് നോക്കാം. പഴയ പ്രോബ്ലത്തിൻ്റെ എല്ലാം അല്ലെങ്കിൽ ആ പ്രോബ്ലത്തിൻ്റെ എല്ലാം നിങ്ങൾക്ക് സ്റ്റേറ്റ് വേരിയബിൾ റെപ്രസെൻറ്റേഷൻ എഴുതി നോക്കാം. ഓക്കെ. അതുകൊണ്ട് ഓരോന്നും ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾ ചെയ്യുന്ന പ്രോബ്ലത്തിൽ തന്നെ സ്റ്റേറ്റ് വേരിയബിൾ റെപ്രസെൻറ്റേഷൻ എങ്ങനെ ആയിരിക്കും എന്ന് നോക്കാം. നമുക്ക് ലാപ്ലേസിലേക്ക് പോകുന്ന സ്റ്റെപ്പ് വേണ്ട, ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരെ മതി. അത് സ്റ്റൈൽ എന്ത് ചെയ്യാൻ നിങ്ങൾ സ്റ്റേറ്റ് വേരിയബിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം.